الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله سيدنا محمد وآله وصحبه أجمعين وما توفيقي إلا بالله عليه توكلت وإليه أنيب. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഞാൻ മലയാളത്തെ പറയുന്നു, വേറെ വാക്യം പറയാം. ഈ കൂടിയത് തന്നെ മതിയല്ലോ നമുക്ക്. ഈ ജനങ്ങളെല്ലാം ഒരു ഗവൺമെന്റും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തിന്റെ പേരിൽ അതല്ലാതെ വേറെ എന്തുണ്ട് ഇവിടെ? നമ്മളെ എല്ലാ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം തന്നെ അതല്ലേ? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്തെന്നാ മനസ്സിലാക്കിയത്? സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ, അള്ളാഹുവിന്റെ റസൂലിന്റെ നടപടി, ജമാഅത്താകുന്ന സഹാബത്ത്, അവരെ റളിയല്ലാഹു തആല അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൊട്ടും അവർ അല്ലാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ട കക്ഷികൾ. ഒരു റഹ്മാനും ഇലല്ലാഹി അക്ബർ, ഖുർആനിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ ചെറിയ പൊരുത്തം ഏറ്റവും വണ്ണമായ അമ്രാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല നമ്മളൊന്നും. പിന്നെ നമ്മളിൽ ചില കൂട്ടർ പല ആവശ്യവും പലതും പറയും. അതൊന്നുമല്ല. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كله. ഒട്ടാകെ ഇൽമിന്റെ ചുരുക്കമെന്ന് ഇതിനെപ്പറ്റി താങ്കൾ മനുഷ്യനാണ്, ഇലാഹല്ല. എന്ന് മുഹമ്മദ് ബുഖാരി പറഞ്ഞതല്ലേ. അങ്ങനെ ഒരുപാട് പറയാനുള്ള സമുദ്രങ്ങളിൽ റസൂലിന്റെ മുഹിബ്ബീങ്ങളായ ആശിക്യങ്ങൾക്ക് എത്രയോ കൊല്ലം വിവാദത്തെ ആളുകളെക്കാൾ ശ്രേഷ്ഠമാണ് അല്ലാഹുവിൽ എടുക്കുന്നത്. ആ മഹബത്ത്, റസൂലിനോടുള്ള മഹബത്ത് തൊള്ളുകൊണ്ട് പറയാനല്ല, നമ്മളെ എല്ലാ പ്രവൃത്തിയിലും അത് കാണും. അങ്ങനെ അള്ളാഹു പൂർണ്ണമായ മഹബത്ത് വെക്കുന്ന കക്ഷികളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മളെ സന്താനപരങ്ങളെ ഖിയാമം വരെ വരുന്നവരെയും അള്ളാഹു ആക്കി തരട്ടെ. ദീന് അതാണ്. ദീനെന്ന് പറഞ്ഞിട്ട് എഴുതില്ലാക്കുന്ന സാധനമൊന്നുമല്ല. അതേ അവസരത്തിൽ റസൂലിനെ കുറ്റം പറയുന്നത് ലോകത്തുണ്ട്. ആ കുറ്റം പറയുന്നവർ റസൂൽ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ല. കുറ്റം പറയുന്നത് മാത്രമല്ലോ, റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നാൽ കൂട്ടുണ്ടാക്കിയ റസൂൽ ജീവിക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം, നബിന്റെ സ്വഭാവം എന്തെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചപ്പോൾ ഖുർആൻ, നബിന്റെ സ്വഭാവം ഖുർആനാണ്. അപ്പൊ ആ ഖുർആനിൽ തന്നെ പറഞ്ഞ എന്താ? ഏത് നബിമാരും, ഏത് ഈ ലോകത്ത് വന്ന നബിമാരും അതിന്റെ അവസാനത്തെ നബിയാണെങ്കിലും അതിന്റെ അവര് കിടക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഉള്ള സ്ഥാനങ്ങൾ പറഞ്ഞാൽ അതിന്റെ തെളിവാണല്ലോ ഇപ്പൊ എത്രയോ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കോഴിക്കോട് ഇവിടെ ഈ ഹുബ്ബു റസൂലിന്റെ പേരിൽ ഇവിടെ മാത്രം ലോകത്തിന്റെ നാനാ ഭാഗത്തും നടക്കുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ വന്നത് തന്നെ ഇവിടെ നിന്നാണ്, എറണാകുളത്തുനിന്ന് പ്ലെയിനിൽ വന്നിട്ട് അവിടെ എത്തിയത്. ഈ യോഗത്തിൽ എനിക്ക് തീരെ സുഖമില്ലെങ്കിലും നടത്തണമെന്നുള്ള നിർബന്ധം. അതിന് ഇവിടെ ഈ മജ്‌ലിസിൽ കൂടിയാൽ തന്നെ നമ്മൾ ദോഷം അല്ലാഹു കൊടുത്തു.
വേറെ ഒന്നും വേണ്ട, അത്ര തന്നെ മതി. അതുകൊണ്ട് അല്ലാഹു നമ്മളെ പുറത്തു തരട്ടെ. നമ്മളെ പരിപൂർണ ഈമാൻ കിട്ടി ഭൂമിയായി മരിക്കാനും, നമ്മളെ മാത്രമല്ല നമ്മളെ മക്കളും കുട്ടികളൊന്നല്ല, എല്ലാ മുസ്ലിങ്ങളും മക്കളും കാഫിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. 40 നമ്മൾ തള്ളല്ല, അത് പണ്ടും ഉണ്ടായിട്ടില്ല. അജ്മീർ ഖാജ ഷെരീഫിനെ നിങ്ങൾ അറിഞ്ഞൂടെ? ആരാ ഖാജ മഈനുദ്ദീൻ ജിസ്തി അജ്മീരി മഹാൻ 60 അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡർ വാങ്ങാൻ പോയത്. പൃഥ്വിരാജൻ എന്ന രാജാവാണ് അവിടെ വിളിച്ചുള്ളത്. അവന്റെ മകൾക്ക് കുടികളെങ്കിൽ ഒരു മുസ്ലിമിന്റെ ചവല കൊണ്ട് കുറഞ്ഞു. അങ്ങനത്തെ എന്തായി തോന്നുന്നു? അവിടെ എല്ലാ പണിയും നടന്നു, വല്ലതും നടന്നോ? ഒറ്റൊന്നും നടന്നില്ലല്ലോ. അച്ചിപ്പാലത്ത് വെച്ചിനെ കൊണ്ടുവന്നു വലിയ സഹായം. എന്നിട്ട് എന്ത് ചെയ്തു? ഒടുവില് ഓന് നരിത്തോ ലഹിക്ക് മറന്നു നോക്കി. ഒടുവില് തൻ്റെ ചെരുപ്പ് കൊണ്ടാണ് മേലോണി അവനെ തള്ളിയിട്ട് അവൻ കാൽക്കൽ വന്നു മടങ്ങി ഇസ്ലാം മതം സ്വീകരിച്ചു. ഇന്നും അവന്റെ സഹായം കൊണ്ട് അവളെ അജ്മീറിലെ ആയിപ്പോയ ആളുകൾക്ക് ഇന്നും അവരെ സഹായം കിട്ടും. ദീനേ ഇസ്ലാം ഇവിടെ വന്നത് അങ്ങനെയല്ലേ? യുദ്ധം ചെയ്തിട്ടതൊക്കെ അല്ല. യുദ്ധം ചെയ്താൽ എങ്ങനെയാണ് എത്രയോ കോടിക്കണക്കുള്ള കാപ്പികൾ ശരിക്കും ആരെ കൊണ്ടേ കഴിയുമോ? പിന്നെ നമ്മളെ ഇസ്ലാമിന്റെ ശക്തി കുറഞ്ഞേ ഈമാനുള്ള നമ്മളെ കൊണ്ട് ഒക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ ബർക്കത്തുണ്ട്. ആ നല്ല ഈമാൻ ഉണ്ടെങ്കിൽ അത് മതി എല്ലാത്തിലും, വേറൊന്നും വേണ്ട, പ്രത്യേകം ഒന്നും ചെയ്യാനില്ല. എനിക്കധികം പറയാൻ സാധ്യമല്ല. പറയുകയാണെങ്കിൽ ഒരുപാട് എന്തെങ്കിലും പറയാനുണ്ട്, അത് പറയേണ്ട അവസരം ഇതല്ല. അതുകൊണ്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. എനിക്ക് തന്നെ പറയാൻ പോകുന്നത് എത്രയോ ആളുകളെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, കിഡ്നിന്റെ രോഗങ്ങൾ, ഇത് മുഴുവനും കുറഞ്ഞ ഒരൊറ്റ വെള്ളം മൂതി മന്ത്രിച്ചു കൊടുത്താൽ തന്നെ മതിയായി എത്രയോ കാണിക്കാനുണ്ട്. അതൊന്നും നമ്മളെ ഊത്തൻ്റെതല്ല, റസൂലിന്റെ മസ്നദ്. എന്താണ് ഈ ജാഗ്രതോന്നൊക്കെ പറയുന്നത്? അത് പൊരുത്തം വേണം, എല്ലാത്തിനും പൊരുത്തം വേണം. അതില്ലെങ്കിൽ ഫലമില്ല. വല്ലാമന് ബാഗുറാകാരായിരുന്നു 15,000 മുസ്ലിംകാർ അവനെ കുരിക്കാനുണ്ട്. ഒടുവിൽ എന്ത് തോന്നുന്നു? അപ്പൊ ആരും പഴിച്ചു പോകും. അല്ല കാക്കട്ടെ നമ്മളെ. എല്ലാവരും പേടിക്കേണ്ട കാര്യം അതാണ്. ഞാനിപ്പോ വലിയതായി നമ്മക്ക് വരെ കിബറല്ല, യുജമാണ്. ആദരിക്കൽ വാസ്തവത്തിൽ ആദരിക്കലല്ല, അത് നമ്മളെ കൊല്ലലാളുകളോ. നമ്മൾ ആദരിച്ചോ, ഞങ്ങൾ ആദരിച്ച് പറ്റുന്നത് നമ്മൾ കൈ കാണുന്നുണ്ട്. കാരണം അന്നേരം നമ്മൾ ഉള്ളിൽ എന്ത് കിബറല്ല, ഞാനിപ്പോ തിരക്കില്ല എന്ന് പറഞ്ഞാൽ പോയേ. വളരെ പേടിക്കേണ്ട കാര്യമല്ലേ അത്. അതുകൊണ്ടല്ലോ അവന്റെ മഹതായ റബ്ബുൽ റസൂലിന്റെ ഹക്കുള്ളൂ. റസൂല് മാത്രമല്ല, ആ റസൂലിന്റെ കുടുംബങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയും ഇസ്ലാം വരെ എഴുതിക്കും. എല്ലാവരും വന്ദിക്കപ്പെടേണ്ടവരാണ്. അത് നമുക്ക് തൊട്ട് കഴിക്കാൻ കഴിയില്ല.